ഹലോ ആ ഹലോ മെമ്പറേ, എനിക്ക് ബ്ലഡ് ആവശ്യമുണ്ടായിരുന്നല്ലോ. ആർക്കാ? എൻ്റെ മകനാ. ഏത് ഗ്രൂപ്പാ? AB നെഗറ്റീവ് ആണ്. അതൊരു റയർ ഗ്രൂപ്പാണല്ലോ. അയ്യോ, അപ്പൊ എന്ത് ചെയ്യും? എത്ര യൂണിറ്റാ? 2 യൂണിറ്റ് വേണം. ഞാനൊരാളെ നമ്പർ തരാം. അതാരാ? മുനീർ. മുനീറ? അവൻ ഈ ടൈലിന്റെ പണിക്കോ ആളല്ലേ, അവനെ കൂടെ പോകാൻ നടക്കുവോ? അവൻ PPDയുടെ കോർഡിനേറ്ററാണ്. അവൻ ശരിയാക്കി തരും. ഓ, മുനീറിന്റെ നമ്പർ ഒന്നുമല്ലോ, ഏതായാലും വിളിച്ചു നോക്കാം. ഹലോ, മുനീറല്ലേ? മുനീറാണ്. മെമ്പർ പറഞ്ഞിട്ട് വിളിക്കാണേ. പറയും. എനിക്ക് AB നെഗറ്റീവ് ബ്ലഡ് വേണ്ടിയിരുന്നു. എത്ര യൂണിറ്റാ വേണ്ടത്? 2 യൂണിറ്റ്. ഏത് ഹോസ്പിറ്റലിക്കാ? പെരിന്തൽമണ്ണ ഹോസ്പിറ്റലാ. ഞാനൊന്ന് നോക്കട്ടെ. കിട്ടുമല്ലേ? ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. ഉറപ്പല്ലേ? നമുക്ക് നോക്കാം. ഓ ശരി. സജീവേ, എന്താണ് സാക്ക? നാട്ടിൽ വേറെ കോൺട്രാക്ടർമാരും പണിക്കാരും കിട്ടാണ്ടല്ല എന്നെ പണി ഏൽപ്പിച്ചത്. എന്റെ ഷെബീറിന്റെ തുണക്കാരനായി പോയി. അതുകൂടെ ഒരു പണിക്കാരനും കോൺട്രാക്ടറും കൂടി ആണല്ലോ വെച്ചിട്ട് എന്നെ പണി ഏൽപ്പിച്ചത്. അതിനിപ്പോ എന്തുണ്ടായി സാക്ക? എന്തുണ്ടായിന്നോ? ഇവിടെ ഈ ചെക്കന്മാർ എന്റെ പണിക്കാരുടെ തേക്കുമാട് നോക്കുന്നത് എനിക്ക് കാണുന്നില്ലേ? ഇവിടെ പണി തീർക്കാനാണ് ആൾക്കാർ വരുന്നത്. പണിയാണ് തീർത്ത് തരേണ്ടി വരും. അല്ല, അവരാണ് വിളിച്ചിട്ട് കാര്യമാണ് വിളിച്ച് പറയാം. അതിന് പറ്റിച്ച ഇറങ്ങിക്കോ. അതൊരു അർജന്റ് കോളാണ് അംസാക്ക. എന്ത് അർജന്റ്? പണിക്ക് വന്ന എന്താ അർജന്റാ? പണിക്ക് വന്ന പണിയാ അർജന്റ്. ഇങ്ങോട്ട് വാ, ഞാൻ കാട്ടിത്തരാം. നോക്ക്, നേരം പോലെ നോക്ക്. കാക്ക, ഓനൊരു രക്തദാന പ്രവർത്തകനാണ്. അവർക്കൊരു സംഘടന ഉണ്ട്. ആ സംഘടനയുടെ കോർഡിനേറ്ററാണ് ഈ മുനീർ. നമ്മളെ ഈ നാട്ടിലെ ആർക്കെങ്കിലും ഒരു തുള്ളി ചോരയുടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം വിളി വരിക ഈ മുനീറിനാ. ഇവനെ പോലുള്ള കോർഡിനേറ്റർമാർക്ക് വരുന്ന കോളിൽ ഒരെണ്ണം മിസ്സായാൽ ഒരു ജീവൻ തന്നെ നഷ്ടപ്പെട്ടു എന്ന് വരും. അംസാക്ക, നിങ്ങൾക്ക് അറിയുമെന്നുള്ളതൊക്കെ അറിയില്ല. 5 വർഷമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് PPDA. ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഒട്ടനവധി ജീവൻ രക്ഷിച്ചിട്ടുണ്ട് ഇവരെ പ്രവർത്തനങ്ങൾ തുടർന്നും കൊണ്ടേയിരിക്കും. PPDA അതെനിക്കറിയാം. അതിൻ്റെ കുട്ടികളെ എൻ്റെ സുമയ്യാക്ക് വലിയൊരു പ്രശ്നം വന്ന സമയത്തേ ചോരയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെന്ന്. അവരിവിടെ മാത്രമൊന്നും കേരളത്തിൽ മൊത്തം നടത്തണ്ടല്ലോ ഈ ചോരയുടെ കാര്യങ്ങൾ. അവർ എവിടേക്ക് വിളിച്ചാലും അവർ റെഡിയാണല്ലോ. എനിക്കറിയുന്ന കാര്യം അത്. ആ കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ, ശരി. ഹലോ, രാജേഷ് അല്ലേ? അതെ, രാജേഷാണല്ലോ. ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് അല്ലേ? AB നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോൾ ഒന്ന് പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ കൊടുക്കാൻ പറ്റുമോ ഇന്ന്? അയ്യോ, ഞാൻ ഇപ്പോൾ ബ്ലഡ് കൊടുത്തിട്ട് ഒരാഴ്ച ആവുന്നുള്ളൂ. എന്നായിക്കോട്ടെ, ശരി. ഓക്കെ. ബാബുജി എവിടെ? ഞാനിവിടെ സിന്ധിക്കരുമാളുണ്ട്. എടാ, അന്ന് ചെന്ന പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്ക് വീട്ടിൽ ബ്ലഡ് കൊടുക്കോ? അവിടെ ഒരു AB നെഗറ്റീവ് വേണം. ഇതൊന്ന് പോവോ? ഞാനില്ലേ, ഞാൻ ഇപ്പോൾ സിനിമക്ക് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തുകയാണേ. ഒന്ന് പോടാ, അത് കഴിഞ്ഞിട്ട് ഒന്ന് പോവോ? ഞാൻ പിന്നെ പോവാന്ന്. അതല്ലേ ഒരു അത്യാവശ്യം ആവണ്ടല്ലോ നിങ്ങളെ വിളിക്കണേ. ഞാനിപ്പോ എങ്ങനെ പോവാ? ഞാൻ ഇപ്പോ ചെക്കന്മാരൊക്കെ ഉണ്ടേനു, അതാണ് ഇപ്പൊ പ്രശ്നം. എന്നായിക്കോട്ടെ, എന്നാ ശരി. എന്നാ ഞാനേ ഇപ്പൊ പോയ ശരി. പറടാ. ചായ കുടിക്കാൻ പോവല്ലേ? പോയി, ഞാൻ ഷർട്ട് ഒന്ന് മാറ്റട്ടെ. ആയിക്കോട്ടെ. ആരാ വിളിച്ചിന്ന്? ആ മുനീർ വിളിച്ചാണേ, ബ്ലഡ് കൊടുക്കാണ്ടി പോ പറട്ടെ. ഏജ് അപ്പൊ അതിന് പറ്റും മൂടൊന്നല്ല. ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നു ബ്ലഡ്. കൊതുവിന് കൊടുത്തിട്ടുണ്ടാവും. ബുദ്ധൂരൊന്നല്ല, ഞാൻ കൊടുക്കും. ഇവിടെ ഒന്ന് ചോദിക്കട്ടെ. ആര് നജ്ജാട് പോയിക്കോ. മുനീർ വിളിച്ചപ്പോ ഞാൻ മുനീർ നമ്പർ കൊടുക്കാം. വിളിക്കോ? കൊടുത്തോ, ഞാൻ പോകും. ഇങ്ങോട്ട് പോ. രവി അല്ലേ വരുന്നത്? ഒന്ന് കണ്ടിരിക്കും. അവിടെ ചോദിക്കട്ടെ. രവി, എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാടാ? എടാ, ഒരു AB നെഗറ്റീവ് വണ്ടി, അതിന് വേണ്ടി വിളിച്ചതാടാ. തീർച്ചയായിട്ടും വിളിക്കട്ടെ കേട്ടോ. ആയിക്കോട്ടെ, ശരി. ഓക്കെ, നമുക്കിപ്പോ ആരപ്പോ സിനിമക്ക് പോകാന്ന് പറഞ്ഞു നിൽക്കുക. അയ്യോ മുനീർ. അപ്പൊ ബാബു ഇജ്ജല്ലേ ഇപ്പൊ സിനിമക്ക് പോവാണ് പറഞ്ഞത്? ഞാൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോഴേ ചെക്കന്മാർ ഇവിടെ ഉണ്ടേ. അവിടെ ഒരു ബ്ലഡിന്റെ ആവശ്യം വിളിക്കുമ്പോൾ അങ്ങനെ സിനിമക്ക് പോകാൻ നിൽക്കുന്നത്. ഞങ്ങളിപ്പോ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞങ്ങളിപ്പോ പോവാൻ നിൽക്കണേ, അതാണ് പറഞ്ഞത്. അവിടെ നിങ്ങൾക്ക് സിനിമക്കൊക്കെ വലുതൊരു ബ്ലഡിന്റെ ആവശ്യം നിൽക്കുമ്പോൾ എന്റെ റയർ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ? എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ മാക്കോ? അപ്പൊ ഇജ്ജ് സിനിമക്കില്ല? ഞാൻ സിനിമക്കൊന്നുമില്ല. ഞങ്ങൾ സിനിമക്ക് പോകാറുണ്ട്. ഇവിടെ പോരുന്നവരും കൂടി മുടക്കാൻ നിൽക്കല്ലോ. ഇല്ല, എപ്പോഴും അങ്ങോട്ട് സിനിമക്ക് ഞങ്ങളെ വിളിച്ചിരുത്തേ. പോരാണെങ്കിൽ പോന്നോട്ടെ, പ്രശ്നമില്ലല്ലോ. ഓരോ ടിക്കറ്റിന്റെ പൈസ ഞങ്ങള് തരാം. 130 രൂപ ഞങ്ങൾ തരാം. നമുക്ക് അത് മതി.
ഇത് ഡ്രസ്സ് മാറിയിട്ട് അവിടെ റോട്ടിൽ നിൽക്ക്. ഞാനിവിടെ ഇവിടെ ആക്കിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം കേട്ടോ. എന്നങ്ങോട്ട് പോയി അമ്മക്ക് രണ്ടാക്കൊണ്ട് പോവാം. നമുക്ക് നമുക്കവിടെ പോവാ. ആ മുനീറോ മാക്കുണ്ണി ഉണ്ടല്ലോ കൂടെ. ഡോക്ടർക്ക് മാക്കുണ്ണി അറിയോ? ആ മാക്കുണ്ണി ഇവിടെ സ്ഥിരം വരാറില്ല. മാക്കുണ്ണി 3 മാസം കൂടുമ്പോൾ അവൻ ബ്ലഡ് കൊടുക്കാൻ വരാറുള്ളതാണ്. അവൻ്റെ റെയർ ബ്ലഡ് അല്ലേ, അവനങ്ങനെ മറക്കാൻ പറ്റുമോ? എന്നാ ശരി. എന്നാ ശരി. എന്റെ മാക്കുണ്ണി ഇവിടെ സ്ഥിരം വരവുണ്ടോ? ആ ഈ ഡോക്ടർ തന്നെയാണ് എന്റെ ചോര എടുക്കലേ. എന്നിട്ട് പറയട്ടെ മാക്കോ. അതൊക്കെ ഇങ്ങനെ പറഞ്ഞെടുക്കാൻ പറ്റുമോ? അതെ, നമ്മളെ ഫ്രണ്ടിലത്തെ ഫില്ലർ ഉണ്ടല്ലോ, അതിൽ ഏത് ടൈൽസ് വേണമെന്നൊന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞു തരാം. അതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ ഒക്കെ സെലക്ട് ചെയ്യേണ്ട ടൈമൊക്കെ ആയി തുടങ്ങുന്നു. അത് ഏതൊക്കെ വേണ്ടെന്ന് ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. മുസാക്ക ആ തിരക്കില്ല? ആ മുനീറോ, ഞാനേ പിന്നെ, നമ്മളെ രക്തദാന സംഘടനയുടെ 5ാം വാർഷികമാണ് ആ ജൂൺ 23. ജൂൺ 23. നമ്മുടെ കരിങ്ങനാട് സിൻഡിക്കേറ്റ് മാളിൽ വെച്ചിട്ട്. അതെ. ഓ, അപ്പൊ അതിന് നിങ്ങളൊന്ന് ക്ഷണിക്കാൻ വേണ്ടിട്ടേ ഇറങ്ങിയതാണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അന്ന് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്നത്തെ കാര്യങ്ങളൊക്കെ റാത്തായില്ലേ? അത് നടന്നേ, അത് നമ്മൾ കൊടുത്തു. അവർക്ക് ബ്ലഡ് നമ്മൾ വേറെ ആളെ 2 ആളെ ഉണ്ടായി കൊടുത്തു. ഒന്ന് നമ്മളെ മാക്കുണ്ണീനെ കൊടുത്തു, പിന്നെ ഒന്ന് വേറെ ആളെയും വിട്ടു കൊടുത്തു. അതൊക്കെ കൊടുത്തു. നല്ല പ്രവർത്തനങ്ങളാണ്. ആയിക്കോട്ടെ. പിന്നെ ഇതിപ്പോ വല്ല സംഭാവനയുടെ കാര്യങ്ങളോ? ഇല്ലേ, സംഭാവന ഒന്നും ഇല്ല. നമ്മളെ കോർഡിനേറ്റർമാർ പറയാൻ പഠിക്കില്ല. നമ്മൾ കുറച്ച് പരസ്യമൊക്കെ പിടിച്ചിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അല്ലാതെ അതെ, അങ്ങനെ സംഭാവന നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നില്ല. ഇല്ല. എന്നാ ശരി, ഞാൻ ആയിക്കോട്ടെ. ഇൻഷാ അല്ലാ. എന്നാ ശരി, ഞാൻ പോയിന്നാ. ശരി.